മലയാളത്തിൻ്റെ പ്രിയതാരം മോഹൻലാലിൻ്റെ കണ്ണിൽ ചാനൽ മൈക്ക് കണ്ണിൽ തട്ടിയ സംഭവത്തെക്കുറിച്ചും തുടർന്ന് അദ്ദേഹത്തിനുണ്ടായ ശാരീരിക അസ്വസ്ഥതകളെക്കുറിച്ചും തുറന്നു പറഞ്ഞ് മോഹൻലാലിൻ്റെ സുഹൃത്തും ചാറ്റേഡ് അക്കൗണ്ടൻറ്റുമായ സനിൽകുമാർ. സംഭവം നടക്കുമ്പോൾ മോഹൻലാലിനൊപ്പം സനിലും ഉണ്ടായിരുന്നു. കണ്ണിൽ മൈക്ക് തട്ടിയതിനു ശേഷം കുറച്ചധികം നേരം കണ്ണിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടിരുന്നുവെന്നും പിന്നീട് നടന്ന ഷൂട്ടിനിടയിലും അത് തുടരുകയായിരുന്നുവെന്നും സനിൽകുമാർ മനോരമ ഓൺലൈനോട് പറഞ്ഞുവത്രേ. ഇന്ന് രാവിലെ സംഭവത്തിന് കാരണമായ മാധ്യമപ്രവർത്തകനെ മോഹൻലാൽ ഫോണിൽ വിളിച്ച് ആശ്വസിപ്പിച്ചെന്നും സനിൽകുമാർ വെളിപ്പെടുത്തി. സനിൽകുമാറിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഇന്നലെ മാധ്യമപ്രവർത്തകരുടെ ഉന്തിലും തള്ളിലും പെട്ട് ഒരു മാധ്യമപ്രവർത്തകൻ്റെ കയ്യിലെ മൈക്ക് കണ്ണിൽ തട്ടി കൊണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണു വേദനിച്ചു എന്നുള്ളതാണ് സത്യം. മൈക്കിനെ പൊതിഞ്ഞ് സ്പോഞ്ച് ഉണ്ടെങ്കിലും റെറ്റിനയിൽ ഒക്കെ തട്ടുമ്പോൾ വേദന ഉണ്ടാകുമല്ലോ. ഞങ്ങൾ തിരുവനന്തപുരം പാപ്പനംകോടുള്ള സ്റ്റുഡിയോയിലേക്ക് പോകുമ്പോഴും അവിടെ ചെന്നതിന് ശേഷവും അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടിരുന്നു. അവിടെ അദ്ദേഹത്തിന് ഷൂട്ടുണ്ടായിരുന്നു. അവിടേക്ക് പോകുന്നതിനിടെ അദ്ദേഹം ഇടയ്ക്കിടെ കണ്ണ് ഒപ്പിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഷൂട്ടിനിടയിലും കണ്ണിൽ നിന്ന് വെള്ളം വരുന്നുണ്ടായിരുന്നു. കണ്ണിന് വേദനയും ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ വരെയും കണ്ണിന് അസ്വസ്ഥത ഉണ്ടായിരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ ഈ സംഭവത്തിന് കാരണക്കാരനായ മാധ്യമപ്രവർത്തകനെ കുറ്റപ്പെടുത്തുന്ന വിമർശനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അദ്ദേഹം ഈ മാധ്യമപ്രവർത്തകൻ്റെ ഫോൺ നമ്പർ കണ്ടെത്തി അയാളെ വിളിച്ചു. തനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞ് ആ മാധ്യമപ്രവർത്തകനെ ആശ്വസിപ്പിച്ചു. ഫോൺ വയ്ക്കാൻ നേരം "ഞാൻ നോക്കി വച്ചിട്ടുണ്ട് കേട്ടോ" എന്ന ഡയലോഗ് തമാശയ്ക്ക് ആവർത്തിക്കുക കൂടെ ചെയ്തു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ GST അടച്ച ആളുകളെ ആദരിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുവാൻ എത്തിയതായിരുന്നു മോഹൻലാൽ. ആ ചടങ്ങിൽ പങ്കെടുത്തതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് മാധ്യമപ്രവർത്തകർ ചുറ്റും കൂടിയത്. മോഹൻലാലിൻ്റെ മകൾ വിസ്മയ ആദ്യമായി അഭിനയിക്കുന്ന സിനിമയുടെ ടൈറ്റിൽ ലോഞ്ച് നടന്നതും അതേ സമയത്ത് തന്നെ ആയിരുന്നു. പോസ്റ്റർ സോഷ്യൽ മീഡിയയിൽ വന്നെങ്കിലും അദ്ദേഹത്തിന് അതേപ്പറ്റി കൂടുതൽ ഒന്നും പറയാനില്ലായിരുന്നു. അതാണ് കൂടുതലൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം നടന്നു നീങ്ങിയത്. അപ്പോഴാണ് മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തെ വളഞ്ഞത്. മാധ്യമപ്രവർത്തകർക്ക് അവരുടെ മാധ്യമ സ്ഥാപനത്തിൽ നിന്നുള്ള സമ്മർദ്ദം കാരണം എക്സ്ക്ലൂസിവിറ്റിക്ക് വേണ്ടിയാകാം ഇത്തരത്തിൽ തിക്കും തിരക്കും ഉണ്ടാക്കുന്നത്. ഇതിൽ ഒരു നിയന്ത്രണം അത്യാവശ്യമാണ്. ശാരീരികമായ ഉപദ്രവത്തിലേക്ക് പോകുന്ന വിധത്തിൽ ഒരിക്കലും കാര്യങ്ങൾ കടക്കരുത് എന്ന് മാധ്യമ സ്ഥാപനത്തിൽ നിന്ന് തന്നെ ഉള്ള മുതിർന്ന ആളുകൾ റിപ്പോർട്ടർമാരോട് പറഞ്ഞു മനസ്സിലാക്കേണ്ടതും ഉണ്ട്. അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പെരുമാറിയ രീതി എല്ലാവരും കണ്ടതാണ്. മോഹൻലാൽ എന്ന വ്യക്തിക്ക് ഒരു സന്യാസ യോഗമുണ്ട് എന്ന് എനിക്ക് തോന്നാറുണ്ട് എന്നു കരുതി അദ്ദേഹം ഒരു സന്യാസിയാകും എന്നർത്ഥമില്ല. ഇംഗ്ലീഷിൽ റിഫൈൻഡ് സോൾ എന്ന് പറയില്ലേ, കറയില്ലാത്ത ആത്മാവ്. അങ്ങനെയൊരു വാക്കാണ് അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ പറയുക. നമ്മളെപ്പോലെ ഒന്നുമല്ല അദ്ദേഹം. നമ്മുടെ ശരീരത്തിലേക്ക് ഇങ്ങനെ കടന്നു കയറിയാൽ ഒരു സാധാരണ വ്യക്തി പോലും ഇങ്ങനെ ആയിരിക്കില്ല പ്രതികരിക്കുന്നത്. നമ്മളൊക്കെ സാധാരണക്കാരാണ്. മോഹൻലാൽ അസാധാരണനായ ഒരു വ്യക്തിയായി തന്നെയാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ കറയില്ലാത്ത ആത്മാവ് എന്ന് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ മുഖത്ത് മാധ്യമപ്രവർത്തകൻ്റെ മൈക്ക് കൊണ്ടപ്പോൾ "എന്താണ് മോനെ" എന്നാണ് ചോദിച്ചത്. വളരെ ഉയർന്ന നിലയിൽ മനസ്സിൽ ഹാസ്യബോധം സൂക്ഷിക്കുന്ന ആളാണ് അദ്ദേഹം. "നിന്നെ ഞാൻ നോക്കി വച്ചിട്ടുണ്ട്" എന്ന് പറഞ്ഞാൽ അതിൽ ഒരു കോമഡി ഉണ്ട്. ജഗദീഷിനോടോ ഒക്കെ അദ്ദേഹം സിനിമയിൽ പറയുന്ന ഒരു ഭാഷ്യമാണ് അത്. അതാണ് മോഹൻലാൽ. സനിൽകുമാർ MP മോഹൻലാലിൻ്റെ അടുത്ത സുഹൃത്തും മമ്മൂട്ടി, മോഹൻലാൽ, മഞ്ജു വാര്യർ, കുഞ്ചാക്കോ ബോബൻ തുടങ്ങി നിരവധി താരങ്ങളുടെ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റുമാണ്.